നമ്മളിന്ന് കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന വെള്ളിയങ്കിരി മലയ്ക്കാണ് പോകാൻ പോകുന്നത്. അവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയെന്ന് നോക്കിയിട്ട് വരാം. ശങ്കര ഹര ഹര മഹാദേവ പാഹിമാം പ്രഭു പാഹിമാം രക്ഷ. காப்பி குடிச்சீங்கன்னா இந்த குளிரெல்லாம் கொஞ்சம் காணாமல் போகும். இந்த ஆவி வாயில இருந்து வரலைங்க, அந்த ஆவியெல்லாம் கொஞ்சம் போயிருங்க. പുലർച്ചെ 4:30 നമ്മൾ ഈ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്ന് ഈ മല കയറാൻ വേണ്ടി പോണത്. ഇവിടെ മല കയറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വടിക്കഷ്ണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വില വരുന്നത് 30 രൂപയാണ് കേട്ടാ. ഇതില്ലാണ്ട് കയറൽ കുറച്ച് റിസ്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കടത്തിവിടുന്നതല്ല. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ഉള്ളിൽ വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇരുട്ടാണ് സമയം. കുറച്ച് വെളിച്ചമായാലേ ബാക്കിയുള്ള സംഭവമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ മല കയറി കഴിഞ്ഞപ്പോൾ ഇതൊരു അമ്പലമാണ് ഇവിടെ കാണുന്നത്. അതിൽ വെള്ളി വിനായകൻ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ വെള്ളി വിനായകൻ്റെ ഒരു അമ്പലമാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ മല കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പുലർച്ചെ സമയത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണും. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ മലയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു സമയപരിധിയുണ്ട്. എന്ന് വെച്ചാൽ ഫെബ്രുവരി 1 തുടങ്ങിയിട്ട് മെയ് 31 വരെ മാത്രമേ ഈ അമ്പലം തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ മാത്രമേ മേലെ പോകാൻ അലോഡുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വന്യജീവികളുടെ ഒരുപാട് ശല്യമുള്ളൊരു സംഭവമാണ്. ആനയായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമേ അവർ ഉള്ളിലേക്ക് വിടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ മലയിൽ പാമ്പാട്ടി സിദ്ധൻ്റെ ഒരു ഗുഹയാണ്. അപ്പോൾ ഈ ഗുഹൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം നമ്മൾ കാണാൻ. ഒരു പാറൻ്റെ അടിയിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അടിയിൽ പോയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂറോളം കയറിയിട്ടുണ്ട്. എന്നിട്ടും ഈ മല കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ മല കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു 2 മിനിറ്റ് ഇരിക്കുക പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മലൻ്റെ താഴെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇരുന്നാൽ ശരിയാവില്ല. നേരത്തെ ഇനി നടന്നാലേ ഒരു എങ്ങനെയും നോർമലായിട്ട് നടന്നു പോവുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറോളം നടന്നാൽ മാത്രമേ, എവിടെ നിൽക്കാതെ നടന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയിൽ പോകാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഫെബ്രുവരി 1 തുടങ്ങിയിട്ട് മെയ് 31 വരെയുള്ള ഡേറ്റ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് മൃഗങ്ങൾക്ക് മേലെ വെള്ളത്തിൻ്റെ ലഭ്യത കിട്ടാത്തത് കൊണ്ട് എല്ലാ മൃഗങ്ങളും താഴേക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഫോറസ്റ്റുകാർ ഈ മാസങ്ങളിൽ മാത്രം ആൾക്കാർക്ക് ഉള്ളിലേക്ക് പോകാനുള്ള അനുമതി കൊടുക്കുന്നത്. ആദ്യ മലയിൽ തന്നെ 1500 പടിക്കെട്ടുകളാണ് ഉള്ളത്. അത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സമതല പാതയ്ക്ക് എത്താൻ കഴിയുള്ളൂ. ഇവിടുത്തെ ഓരോ മലയിലും ഓരോ കളറുള്ള മണ്ണുകളാണ് ഉണ്ടാവുന്നത്. അത് ഭസ്മത്തിൻ്റെ സാമ്യം തോന്നിക്കുന്ന മണ്ണും
പിന്നെ ചന്ദനത്തോട് സാമ്യം തോന്നിക്കുന്നതും കുങ്കുമത്തിൻ്റെ കളറുള്ളതും അങ്ങനെ 3 മലയിലും 3 കളറുള്ള മണ്ണുകളായിരിക്കും ഉണ്ടാവുക. 2023 ഇതിലെ ഒരു 2 മല തീപിടുത്തത്തിൽ മൊത്തം കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ട്രെക്കിങ്ങിന് വരുന്ന ആരോ ഒരാൾ തീപ്പെട്ടി കൊണ്ടുവന്ന് കത്തിച്ചതായിരുന്നു. അപ്പോൾ 2 മലയാണ് കത്തി നശിച്ചത്. ഈ മല വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഒരിക്കലും കയ്യിൽ തീപ്പെട്ടിയോ കാര്യങ്ങളോ ഒന്നും കരുതാതിരിക്കുക. ഈ മല നല്ല തണുപ്പുണ്ടാവും, മൊത്തത്തിലൊരു നല്ല തണുപ്പുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ഈ തീ കത്തിച്ച് നമ്മൾ അതിലെ ചൂട് തട്ടാൻ വേണ്ടി തീ കത്തിക്കുകയാണ്. പക്ഷെ അതൊരു ചെറിയൊരു അബദ്ധം കൊണ്ട് എല്ലാം കത്തി നശിച്ച് പോണ ഒരു അവസ്ഥയിലേക്കാണ് അന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ഒരിക്കലും തീപ്പെട്ടി കാര്യങ്ങളൊന്നും കയ്യിൽ കരുതാതിരിക്കുക. शंकर हर हर महादेव पाहि मां प्रभु पाहि मां रक्ष मां. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളിങ്കിരി മലയിലാണ്. അവിടെ ഒരു 5ാമത്തെ മലയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സമയം 9 മണിയാണ്. 9 മണിക്കും ഇവിടെ ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞങ്ങൾ വന്നത് 4 മണിക്കാണ്, 4:30 ആകുമ്പോഴാണ് ഇത് കയറിയത്, ഈ മലയിൽ കയറിയത്. ഇപ്പോൾ 9 മണിയായിട്ടും കയറിയിട്ടില്ല. 5ാമത്തെ മല മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും ഇവിടെ നിന്നൊരു 2 മലയും കൂടി ഉണ്ട് പോവാൻ. നമ്മുടെ ഈശാമയത്തിൻ്റെയൊക്കെ കുറച്ച് ദൂരം, അവിടെ നിന്നൊരു 2 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ ഇവിടേക്ക്. പിന്നെ ഇതിപ്പോൾ ഈ മലൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരം ഉണ്ട് എന്നാണ് ഇതിൻ്റെ കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. അപ്പോൾ പെട്ടെന്നായിരിക്കും മഞ്ഞ് വന്ന് മൂടുക, പിന്നെ പെട്ടെന്ന് വെയിലടിക്കും, പിന്നെ അപ്പുറത്ത് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വേറൊരു ലോകം തന്നെയാണെന്ന് പറയാം. നമ്മൾ ഈ കാണുന്നതാണ് ഒട്ടൻചിത്രം സമാധി. അപ്പോൾ ഈ സിദ്ധനാണ് ഇവിടേക്കുള്ള വഴി കണ്ടുപിടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ആളുടെ സമാധിയാണ് ഇവിടെ കാണുന്നത്. இந்த ஆவி வாயில இருந்து வரலைங்க, அந்த ஆவியெல்லாம் கொஞ்சம் வெள்ளிங்கிரி ஆனா எடுத்துக்கோங்க. சுக்காப்பி பாருங்க, மூலிக்கு 80 ஆச்சு. சுக்காப்பி மூலிய சுக்காப்பிங்க நீங்க கொடுத்தீங்கன்னா இந்த ஓடாம்பலியா கிழிஞ்சே வருங்க. கல்லுங்களா 180 அரேவா கவங்களுக்கு நீர் வடிக்கிறவா என்ன இருந்தாலும் யாருக்கு பாரு. இந்த 2 கிலோமீ 80 தான் 40 தான். അപ്പോൾ നമ്മളൊരു ചുക്ക് കാപ്പി കുടിക്കാൻ പറഞ്ഞിട്ട് ഒരു ചുക്ക് കാപ്പി വാങ്ങിയതാണ്. അപ്പോൾ ഇവർ ചുക്ക് കാപ്പിക്ക് ഇവിടെ വില വരുന്നത് ഒരെണ്ണത്തിന് 30 രൂപയാണ് ഇവിടെ വില വരുന്നത്. നിങ്ങളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഒരു 2 ലിറ്റർ വെള്ളം എന്തായാലും കയ്യിൽ കരുതണം. പിന്നെ ഇവിടെ വെള്ളത്തിന് പറഞ്ഞാൽ 50 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് വെള്ളത്തിന്. പിന്നെ 10 രൂപൻ്റെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ 30 രൂപയാണ്. അപ്പോൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. മല കയറുമ്പോൾ തന്നെ താഴെ നിന്ന് മേടിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും മതി. അപ്പോൾ വെള്ളം എന്തായാലും മസ്റ്റായിട്ട് കരുതണം കയ്യിൽ. ഈ കാണുന്നതാണ് ഭീമൻ കളിയൂറിൻ്റെ പാറ. ഇത് 5ാമത്തെ മല കഴിഞ്ഞാലാണ് ഇത് കാണാൻ പറ്റുക. ഇവിടെയുള്ള 7 മലകളും 7 വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു മല പോലെയല്ല വേറൊരു മല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട്. കുറച്ച് റിസ്ക് തന്നെയാണ് വരാൻ. അപ്പോൾ നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്കുള്ളവർ മാത്രം ഈ മല കയറാൻ വേണ്ടി വന്നാൽ മതി. ആരോഗ്യസ്ഥിതി മോശമുള്ളവർ ഒരിക്കലും ഈ മല കയറാൻ വേണ്ടി നിൽക്കരുത്.
എന്ന് വെച്ചാൽ ഇത് ഞാനല്ല പറയണേ, ഇതിപ്പോൾ അമ്പലത്തിലെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതി മോശമുള്ളവർ ഒരിക്കലും ഈ മല കയറരുത്. ഈ കാണുന്നതല്ല, ഒരുപാട് നല്ല റിസ്ക് ഉണ്ട് കയറാൻ. നമ്മളിപ്പോൾ 6ാമത്തെ മലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ മലയിൽ ഇവിടെ കുളിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. ഇവിടെ അതിൽ കുളിച്ചിട്ട് എല്ലാവരും കുളിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് 7ാമത്തെ മല കയറാൻ വേണ്ടി പോവുക. ഇവിടെ മൊത്തം ആൾക്കാർ കുളിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഡ്രസ്സ് മൊത്തം അഴിച്ചിട്ടിട്ട് പോണൊരു സംഭവമാണ് ഇവിടെ കാണാൻ പറ്റിയത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് തെറ്റായ ഒരു കാര്യമാണ്. അവിടെ എല്ലാവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കുളിച്ചതാണ്. അത് ഭയങ്കര തണുപ്പാണ്. എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെയാണ് അത് ഉണ്ടായിരുന്നത്. ആ കാണുന്നതാണ് 7ാമത്തെ മല. അപ്പോൾ അവിടെയാണ് ശിവൻ്റെ അമ്പലം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിനി കുറച്ച് ദൂരം കൂടെ നടന്നാൽ അവിടെ എത്തും. ലാസ്റ്റ് നമ്മൾ മലൻ്റെ മേലെ എത്തിക്കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി മേലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ മേഘമൊക്കെ നമ്മുടെ മേലെ തട്ടിയിട്ട് പോണ പോലെയാണ് ഒരു ഫീല്. വല്ലാത്ത തണുപ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത്, വല്ലാത്ത തണുപ്പാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ 1 കോടി രൂപ കൊണ്ട് കൊടുത്താലും അവരവിടെ മേടിക്കില്ല. എന്ന് വെച്ചാൽ ഇവിടെ പൈസ മേടിക്കാൻ പറ്റില്ല എന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഏറ്റവും മേലുള്ള അമ്പലം. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കയറിയിട്ട് 6 മണിക്കൂറാണ് നമുക്ക് ഈ അമ്പലത്തിൻ്റെ മേലെ എത്താൻ വേണ്ടി സമയം എടുത്തത്. അപ്പോൾ അതേപോലെ ഇനി തിരിച്ച് നടക്കണം. அன்பார்ந்த பக்த பெருமக்களே, வெள்ளியங்கிரி மலைப்பாதை கடுமையான நடை கொண்டதாக இருப்பதால் முழுமையான உடல் தகுதி உள்ளவர்கள் மட்டுமே மலையேறுமாறு அன்புடன் கேட்டுக்கொள்ளப்படுகிறது. சர்க்கரை நோய், உயர் இரத்த அழுத்தம், இதய நோய், நுரையீரல் குறைபாடு, அதிக உடல் பருமன் உள்ளவர்கள் உங்கள் உயிர் நலன் மற்றும் பாதுகாப்பை கருதி மலை ஏற வேண்டாம் என மிகவும் அன்போடு அறிவுறுத்தப்படுகிறது. ஓம் நம சிவாய.